അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്. ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊക്കെ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ പരലോകത്ത് ആ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അഅ്ലമു ദറജതൻ ഇൻദല്ലാഹ് അവിടെ ആരാ ഉണ്ടാവുക? നമ്മുടെ പ്രിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യമുള്ള അള്ളാഹുവിൻ്റെ അർശത്തിൻ്റെ തണൽ ലഭിക്കുന്ന ആ ഫിർദൗസിൽ നമുക്ക് എത്തണം. അങ്ങനെ അത്തരം ആളുകൾ ഉൾപ്പെടാനുള്ള ഒരു ടൂളാണ് ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാ കുറച്ച് എപ്പിസോഡുകളിലൂടെ നമുക്കിത് പഠിക്കാം. നമ്മൾ സാധാരണ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന ഒന്ന് നല്ല ഖുർആൻ പാരായണങ്ങളാണ്, നല്ല ഖുർആൻ റെസിറ്റേഷൻ. ചിലപ്പോൾ നമ്മൾ റമദാനിലൊക്കെ അങ്ങനെ ഖുർആൻ പാരായണമുള്ള പള്ളികൾ സെലക്ട് ചെയ്ത് നമ്മൾ പോകാറുണ്ട്. എന്നാൽ നമ്മൾക്ക് എത്ര പേർക്ക് അങ്ങനെ പാരായണം ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരുണ്ട്? എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷെ അത് ഒരു ഹെർക്കുലൻ ടാസ്ക്കാണോ? അല്ല. ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നന്നായി ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയും. അതിനെക്കുറിച്ച് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരിക്കും വിശുദ്ധ ഖുർആൻ്റെ ഒരു യുണീക്നെസ്സാണ്. അറബി ഭാഷയിലെ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് ഖുർആനെ വ്യതിരിക്തമാക്കുന്ന ഒന്നാണ്. ഖുർആൻ്റെ ഒരു മിറാക്കിൾ കൂടിയാണ് ഈ ഖുർആൻ പാരായണ ശാസ്ത്രം, അല്ലെങ്കിൽ ഇൽമു തജ്വീദ് എന്ന് പറയുന്നത്. ഇൽമു തജ്വീദ് എന്താണ്? ഇൽമു തജ്വീദ് എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് റിസൈറ്റിംഗ് ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ആ തജ്വീദ് നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിക്കും ഈ തജ്വീദ് നിയമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് കിട്ടുമ്പോൾ ഖുർആൻ പാരായണത്തിനൊരു മനോഹാരിത ഉണ്ടാവുകയാണ്. അതിൻ്റെ വേർഡ് മീനിങ് തന്നെ എന്താണ്? ജവ്വദ യുജവ്വിദു തജ്വീദ് എന്ന് പറഞ്ഞാൽ ടു ബ്യൂട്ടിഫൈ സംതിങ്, ഒന്നിനെ മനോഹരമാക്കുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? അതിനുള്ള റൈറ്റുകൾ കൊടുക്കണം. അതിൻ്റെ ടെക്നിക്കൽ മീനിങ് പറയുന്നുണ്ട്. അതായത് ഓരോ അക്ഷരത്തിനും അതിൻ്റെ ചില റൈറ്റുകൾ കൊടുക്കണം. ആ റൈറ്റുകൾ എന്താ നമ്മൾ പഠിക്കും എന്ന് പറഞ്ഞാൽ പ്രോപ്പർ വേയിൽ നമ്മൾ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഖുർആൻ റിസൈറ്റ് ചെയ്യാൻ കഴിയണം. അതിനുള്ള ഒരു സയൻസാണ്, അത് പഠിപ്പിക്കുന്ന ഒരു സയൻസാണ് തജ്വീദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് എൻജോയ് ചെയ്തിട്ട് അത് പഠിക്കേണ്ടതുണ്ട്. ശരിക്കും തജ്വീദ് വന്നാൽ ഖുർആൻ പാരായണം കുറച്ചുകൂടി മനോഹരമാവോ? ഡെഫിനറ്റ്ലി. നമുക്കാർക്കും സംശയമില്ലല്ലോ. ഒരു ഉദാഹരണം പറയാം. സിമ്പിളായിട്ട് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എങ്ങനെ പാരായണം ചെയ്യാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ അതിൻ്റെ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ചില അക്ഷരങ്ങൾ കൂട്ടിച്ചേരുമ്പോഴുള്ള നിയമങ്ങൾ അതിന് മനോഹാരിത നൽകും. നമ്മൾ സാധാരണ ഓതുന്ന ഏതെങ്കിലും ഒരു സൂറ നമ്മൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ സൂറത്തുൻ നസ്ർ ആലോചിക്കുക. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്. ഞാൻ തന്നെ സൂറത്തുൻ നസ്ർ ഓതിയെന്നാ. നമ്മൾ ചിലപ്പോൾ തോന്നും നമുക്ക് കുറച്ചൊക്കെ അറിയാലോ, കറക്റ്റ് ചെയ്യാനുണ്ടോ എന്നുള്ളത്. പക്ഷെ കോമൺ ആയിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്നത്, അത് നമുക്ക് ഈ പഠനത്തിലൂടെ കറക്റ്റ് ചെയ്യപ്പെടണം. നോക്ക്, സാധാരണ ഒരു അറബി പുസ്തകം വായിക്കുന്നത് പോലെയാണ് വായിക്കുന്നതെങ്കിൽ എങ്ങനെ വായിക്കുക? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, വൽ ഫത്ഹ് എന്ന് വായിക്കുക. പക്ഷേ ഖുർആൻ റിസൈറ്റ് ചെയ്യുമ്പോഴോ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്. അവിടെ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ജാഅ, അത് തജ്വീദ് തരുമ്പോഴാണ് അങ്ങനെ നീട്ടുക. മദ് നമ്മൾ പറയുമല്ലോ. പിന്നെ ഫതഹ് എന്നല്ല കേട്ടോ, പല ആളുകളും ഫതഹ് എന്നോതും. അങ്ങനെയല്ല, ഫത്ത് ഫത്ത് താക്ക് സുക്കൂനാണ്. അപ്പോൾ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത് വറഅയ്ത الناس يدخلون في دين الله أفواجا, അല്ലേ? വറഅയ്ത الناس, അങ്ങനെ മണിക്കുമ്പോൾ എന്ത് രസാണല്ലേ ഒന്ന് കേൾക്കാൻ. പിന്നെ ചിലതുണ്ട്. സൂറത്തുൽ ഹാക്ക നമുക്ക് നോക്കാം. സൂറത്തുൽ ഹാക്കയുടെ തുടക്കത്തിൽ അൽ ഹാക്ക മൽ ഹാക്ക അങ്ങനെ അറബിയിൽ വായിക്കാം കേട്ടോ. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എങ്ങനെ ഓതുക?
അൽഹാഖത്തു മൽഹാഖ. അല്ലേ? എന്ത് വ്യത്യാസമുണ്ടത്? അത് നല്ല പാരായണങ്ങൾ കേട്ടുമ്പോൾ കുറച്ചും കൂടി മനോഹാരിത നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ മനോഹാരിതയുടെ പ്രധാനപ്പെട്ട എലമെൻ്റാണ് അത് തജ്വീദാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ കുറേ മനോഹരമായ ആയത്തുകളിലൂടെ നമുക്ക് കടന്നു പോകാം. എൻ്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ്, ഈ തജ്വീദ് പഠിക്കൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? ആളുകൾ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞു, വെരി ഈസിയാണ് പഠിക്കാൻ, കുറച്ചൊരു എഫേർട്ട് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറക്കിയ സൂറത്ത് ഏതാണ്? സൂറത്തുൽ അലഖ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അല്ലേ? അള്ളാഹു ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മോട് പറഞ്ഞു. എന്നിട്ട് തൊട്ടടുത്ത് ഇറങ്ങിയ മറ്റൊരു സൂറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുദ്ദസ്സിർ, മുസമ്മിൽ ഒക്കെ ആദ്യഘട്ടത്തിൽ അവതരിക്കുന്ന സൂറകളിൽ പെട്ടതാണ്. എന്താ പറയുന്നത്? റത്തിലിൽ ഖുർആന തർതീലാ. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ തോന്നിയതുപോലെ ഓതാനല്ല, തർതീല. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇതിനെക്കുറിച്ച് ഉദ്ധരണി കാണുന്നത് അത് തജ്വീദിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഖുർആൻ റിസൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പർ വേയിൽ റിസൈറ്റ് ചെയ്യണം, പ്രോപ്പർ വേയിൽ. അപ്പോൾ നമ്മൾ ചോദിക്കും, വാട്ട് ഈസ് പ്രോപ്പർ വേ? അത് എവിടുന്നാണ് കിട്ടിയത്? അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? എന്താണ് അതിൻ്റെ ഓഥൻറ്റിസിറ്റി? അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രോപ്പർ വേ ഓഫ് റെസിറ്റേഷൻ എന്നുള്ളത് അത് ശരിക്കും ആരിൽ നിന്ന് വരുന്നതാണ്? അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ്. അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പഠിപ്പിക്കുന്നു. ആ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എങ്ങനെയാണോ ഖുർആൻ പഠിപ്പിച്ചു തന്നത് അതുപോലെ പഠിക്കുക. അല്ലേ? സഹാബയെ കിറാമിനെ പഠിപ്പിച്ചു കൊടുത്തു റളിയല്ലാഹു അൻഹും. അവരിൽ നിന്ന് പല വഴികളിലൂടെ കൈമാറി നമ്മളിലേക്ക് എത്താണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്ത പോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തതുപോലെ അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? അപ്പോൾ നമ്മൾ അങ്ങനെ പാരായണം ചെയ്യണ്ടേ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയും ചെയ്തു, സയ്യിനുൽ ഖുർആന ബി അസ്വാതിക്കും. നിങ്ങൾ ശബ്ദമാധുരിയോടെ അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദ മനോഹരമായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം ചെയ്യണമെന്ന് നമ്മുടെ പ്രിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മൈൻഡിൽ ഉണ്ടാവണം. ഇബ്നു ജസീർ റഹ്മഹുല്ലാ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വൽ അഖ്ദു ബിൽ ഖുർആനി ഹത്മുൻ ലാസിമു. ചില ആൾ ചോദിക്കും, അത്ര നിർബന്ധമാണോ? അദ്ദേഹം പറയുന്നത് ഖുർആൻ ബൽ ഖുർആനി ഹത്മുൻ ലാസിമുൻ മൻ യുസവ്വിദുൽ ഖുർആന ആസിമു. അതായത് ഖുർആൻ മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. മൻ യുസവ്വിദുൽ ഖുർആന ആസിമുൻ. ഖുർആന് തജ്വീദോടുകൂടി പാരായണം ചെയ്യാത്ത ആളുകൾ തെറ്റാണ് ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേട്ടോ. ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ നമുക്കെപ്പോഴും ഒരു പോസിറ്റീവ് ആയ രീതിയിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യല്ലേ, പ്രത്യേകിച്ച് ഖുർആനുമായി ബന്ധപ്പെട്ടൊക്കെ നല്ലത്. അപ്പോൾ ഖുർആൻ പഠിക്കൽ, തജ്വീദ് പഠിക്കൽ വളരെ മസ്റ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെക്കുറിച്ചും പറയണ്ട, ഓ തജ്വീദ് പഠിച്ചില്ലേ നരകത്ത് പോവും എന്ന് പറയണ്ട. പക്ഷേ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു ഫീല് നമുക്കുണ്ടാവണം. ലിഅന്നഹു ബിഹിൽ ഇലാഹു അൻസല. കാരണം എന്താ? അങ്ങനെയല്ലേ അള്ളാഹു നമുക്ക് തന്ന എങ്ങനെയാണോ അങ്ങനെ തന്നെ ഖുർആൻ പഠിക്കണ്ടേ, ഖുർആൻ പാരായണം ചെയ്യണ്ടേ. ഹകദാ മിൻഹു ഇലൈന വസ്സല. അത് ഇങ്ങനെ പല തലമുറകളിലൂടെ കൈമാറി നമ്മളിലേക്ക് എത്തി. അതുകൊണ്ട് അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ എപ്പിസോഡുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു മെത്തേഡ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആ മെത്തേഡ് ഹഫ്സ് ആൻഡ് ആസിം. ഇന്ന് ലോകത്ത് 90% ആളുകളും പാരായണം ചെയ്യുന്ന ഒരു മോഡൽ ഹഫ്സ് ആൻഡ് ആസിം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ചോദിക്കും ഖുർആൻ പാരായണത്തിന് വ്യത്യസ്ത ശൈലികളുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മൾ സബഅ ഖിറാഅയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആശിറ ഖിറാഅത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ 7ഉം 10ഉം രീതികളിലെ ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ കുറേ വ്യത്യാസമല്ല കേട്ടോ, ചെറിയ വ്യത്യാസങ്ങളായിരിക്കും. പക്ഷേ ആ സൂക്ഷ്മത കൊണ്ടുകൂടിയാണ്, വളരെ മൈന്യൂട്ടായിട്ട് ഇതിനെ പഠിച്ചത് കൊണ്ടുകൂടിയാണ് ചെറിയ വ്യത്യാസങ്ങൾ പോലും അടയാളപ്പെടുത്തപ്പെട്ടു എന്നുള്ളത്. അതൊരിക്കലും ആശയത്തിൻ്റെ മാറ്റം വരുത്തുന്നതല്ല, മറിച്ച് ഖുർആൻ പാരായണത്തിൻ്റെ വ്യത്യസ്ത ശൈലികളാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹഫ്സ് ആൻഡ് ആസിം എന്ന് പറയുന്ന ആ മെത്തേഡിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ
ഈ ഖുർആൻ റെസിറ്റേഷൻ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ റെസിറ്റേഷൻ ഒരു പ്രോപ്പർ വേയിലൂടെ ആകും എന്ന് മാത്രമല്ല, കൂടുതൽ ഏറ്റവും ആളുകൾ അംഗീകരിക്കുന്ന ഒരു റെസിറ്റേഷനെ നമുക്ക് മാറാൻ കഴിയും. ഒരു ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഖുർആൻ നമ്മളൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ ഈ ഖുർആൻ നമുക്ക് എത്തിച്ചത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കേണ്ടതുണ്ട്, ഖുർആൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളായിട്ട് നമുക്ക് ജീവിക്കണം എന്ന് മാത്രമല്ല, ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? അൽ മാഹിറു ബിൽ ഖുർആൻ മഅസ്സഫറത്തിൽ കിറാമിൽ ബർറ. ഞാൻ ആദ്യം ചോദിച്ചില്ലേ, ഖുർആനിൽ അവഗാഹമുള്ള ആളുകൾ, അത് സ്പെസിഫിക്കലി അത് ഖുർആൻ പാരായണത്തെക്കുറിച്ചും അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആനിൽ അവഗാഹം കിട്ടുന്ന ആളുകൾ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അത് ഏറ്റവും പ്രധാനമായിട്ട് അഭിപ്രായത്തിൽ പറയുന്നത് അത് ഖുർആൻ പാരായണത്തെക്കുറിച്ച് തന്നെ സൂചിപ്പിക്കുന്നു. കാരണം എന്നിട്ട് അതിനോട് തുടർച്ച് ആ ഹദീസിന്റെ തുടർച്ചയിൽ പറയുന്നത്, ആ ഖുർആൻ പാരായണത്തിൽ ചിലപ്പോൾ പഠിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ലഹു അജ്റാൻ 2 പ്രതിഫലം. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന നന്നായി ഖുർആൻ പാരായണം ചെയ്യുക എന്നത് വളരെ പ്രധാനമാണെന്ന് പഠിപ്പിക്കുകയാണ്. അവർക്കുള്ള സ്ഥാനം എന്താ പറഞ്ഞത്? മഅസ്സഫറത്തിൽ കിറാമിൽ ബർറ, ഉന്നതരായ മലക്കുകളുടെ സ്ഥാനത്തോടുണ്ടാവും. മലക്കുകൾ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളല്ലേ. ആ മലക്കുകളുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വിശുദ്ധ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യുക, തജ്വീദ് അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിന്ന് ജസ്റ്റ് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് അവസാനിപ്പിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ഓതണം കേട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله العلي العظيم. السلام عليكم ورحمة الله وبركاته.